ഓക്കെ ബോസ്. ഈശ്വരന്മാര് പുതിയ ചാനലോ? പുതിയ ചാനൽ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇന്ന് കഴിഞ്ഞൊരു ഞാനൊരു ബ്യൂട്ടി പാർലറിലും പോയി ഫേഷ്യലി ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അങ്ങോട്ട് പോയാ ഉണ്ടൂലടാ. അവൻ നാളത്തെ നിശ്ചയത്തിന് ഇന്നേ പോവുകയാണ് പെണ്ണിന്റെ വീട്ടിലേക്ക്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ, അത് തന്നെ, അത് തന്നെ. അതുകൊണ്ട് നീ എടുത്തു പറഞ്ഞത്. ഉത്രാടം മീറ്റ് എല്ലാരും ഒരുക്കുകയാണ്. ഇതാണ് പയ്യനാണ്. ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാണാൻ നിന്നെക്കാളും വണ്ണം തോന്നും കുഞ്ഞിക്കണ്ണ, എന്നിട്ടെന്തേ ജിമ്മി പോകാൻ എന്നോടൊപ്പം വന്നില്ല നീ? കാലിലാണേ തൈസുമില്ല, വയറിലാണേ സിക്സ് പാക്കുമില്ല, ബൈക്കിന്റെ ടാങ്കിൽ വയറും വെച്ച് പോണ കണ്ടാൽ നാണമാകും. സ്റ്റേഡിയത്തിൽ ചുറ്റുമായി 10 റൗണ്ട് അങ്ങോടിയെത്തും, ക്ഷീണം മാറ്റാൻ 10 പപ്സും 6 ജ്യൂസും വലിച്ചു കയറ്റും. ചപ്പാത്തിയൊക്കെ ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഇല്ല, എനിക്കത് അറിഞ്ഞേ പറ്റൂ. തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. എനിക്കറിഞ്ഞേ പറ്റൂ. ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണവനല്ലേ? കാണാനൊന്നും കൊള്ളിയല്ല സാറേ. ഇവനെടുക്കണമെങ്കിൽ കൈ പൊക്കി എടുക്കണം. ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക, കോഴിക്കാലും കടിച്ചു പറിച്ച് അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? സിദ്ധനാ, മഹാസിദ്ധൻ. ഡബിള് അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. മാനത്ത് പതക്കണ കാക്കന് പിടിച്ചിട്ട് മാനത്ത് പതക്കണ കാക്കന്
ചപ്പാത്തി കഴിച്ചാ എന്നെ ഒരു സർബത്ത് കുടിച്ചിട്ട് പോ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ടേ കഴിക്കണം. മൈലാഞ്ചി ഇടുന്നവർക്കൊന്ന് മൂന്ന് നോക്കാം. മൈലാഞ്ചി ഇടുന്നതാണെന്ന് മൂന്ന് നോക്കാം. ഒന്നിതിലോട്ട് നോക്കാം. പയ്യന്റെ അച്ഛൻ വന്ന് എത്തി നോക്കുകയാണ്. മരുമകളുടെ കയ്യിൽ എന്ത് കൊള ആക്കണ ഇല്ലേ നോക്ക. പാവ അമ്മൂമ്മ എടുത്തില്ല. എടുത്ത് അത് തന്നെ മലക്കറി മലക്കറിയാ. പെണ്ണിന്റെ അമ്മയാണ്. ട്രോളണം നിന്നെ. അത് ഒരളിയ ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഒരു പാട വട ഒരു പാട. ഗംഗ ഇവിടെ വരി. ഇതെവിടേക്കാണ് നീ? ഞാനേ അല്ലിക്ക് ആപ്പിൾ എടുക്കാൻ പോവാണ്. ആവും ഈ മോന്തി നേരത്താണ് നീ പോണത്. ഇപ്പൊ നീ പോവണ്ട. അല്ല ഞാൻ പോവെന്ന് പറഞ്ഞിരുന്നാണല്ലോ. അപ്പൊ പോവണ്ടെന്ന് പറഞ്ഞ പോവണ്ട.
ഞാൻ പോവെന്ന് പറഞ്ഞപ്പോ ഗംഗ പോണ്ട ഇടിച്ച് കൂമ്പാക്കാനൊക്കെ ഞാൻ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞ പോണ്ട നകുലേട്ടാ അടിച്ച് കണ്ണി ഞാൻ പൊട്ടിക്ക് ഞാൻ പോവെന്ന് പറഞ്ഞപ്പോ നിന്നെ പോണ്ടെന്ന് പറഞ്ഞു ഞാൻ. അതെന്താണ് ഞാൻ പോയാല് എന്താണ് നിന്റെ സൗണ്ട് ഒക്കെ മാറി വരുന്നത്? അപ്പൊ നീ ഇവിടെ മാട്ടെ ഏത് ഭാഷയാണത്? അയോഗ്യ നായ ആര് നാനാ? എന്തൊക്കെ ദുർകാഷ്ടമേ ഇന്ന് ഞായറാഴ്ചയാണ്. പൂന്ന് ഞാൻ കൊന്നു വെട്ടി കണ്ടതുണ്ടമാക്കി. എന്താണ് കക്കെ പറഞ്ഞു? അയ്യോ നകുലേട്ടാ ഞാൻ ഇവിടെയാണ്. നിന്റെ തന്തയുടെ വീട്ടിൽ വേഷം കെട്ടി കെട്ടിയാണ് നീ. ഇല്ല നകുലേട്ടാ ഞാൻ എനിക്ക് പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്താണ് പറഞ്ഞു? ഔ അപ്പൊ ഒന്ന് അറിയാണ്ട് പറഞ്ഞാണ് നീ. അയ്യോ ഞാൻ അങ്ങനെ സാമ്പാറ് കൂട്ടി ചോറ് വേണോ, മീൻ കറി കൂട്ടി പുട്ട് വേണോ? പുട്ടും വേണ്ട ചോറും വേണ്ട ബിരിയാണി മതിയെണ്ണ. ഉണക്ക മീനും മോരും കൂട്ടി പഴഞ്ചോറ് മതിയെണ്ണ. ഉണക്ക മീൻ തരണം ശാന്തേ. ഇല്ലെണ്ണ ഇല്ലെണ്ണ ഇല്ലെണ്ണ. തലകയിലും തരണേ ശാന്തേ. ഇല്ലെണ്ണ ഇല്ലെണ്ണ ഇല്ലെണ്ണ. ചുട്ട മീനിന്റെ സ്മെല്ലാണടി നിനക്ക്, ചുട്ട മീനിന്റെ സ്മെല്ലാണടി നിനക്ക്. അത് കുളിക്കാത്ത സ്മെല്ലാണെണ്ണ എനിക്ക്, അത് കുളിക്കാത്ത സ്മെല്ലാണെണ്ണ എനിക്ക്. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ.